കാണാം പാരന്റിംഗ് ടിപ്സ്. പാരന്റിംഗ് ടിപ്സ് നമുക്കായി പറഞ്ഞു തരുന്നു മൈൻഡ് പവർ ട്രെയിനറായ സരിത. ഹായ് എവരിബഡി. ഇന്ന് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഒരു വ്യക്തിയുടെ ഇൻബോൺ ഇൻ്റലിജൻസ് പൊട്ടൻഷ്യലിനെ പറ്റിയാണ്. അതായത് ജന്മനാ തന്നെ ഒരു വ്യക്തിയുടെ ഇൻ്റലിജൻസ് എപ്രകാരമാണ്. ഇതിനെ നമുക്ക് മൂന്നായി ക്ലാസിഫൈ ചെയ്യാം. ഫോക്കസ് ലേണർ, മൾട്ടി ഡിസിപ്ലിനറി ലേണർ, ഹൈ മൾട്ടി ഡിസിപ്ലിനറി ലേണർ. നമ്മൾ ഏവരും തന്നെ ഈ പറഞ്ഞ മൂന്ന് കാറ്റഗറിയിൽ ഏതോ ഒന്നിൽ പെടുന്നു. ഫോക്കസ് ലേണറിൻ്റെ പ്രത്യേകതകൾ നോക്കാം. ഈ കുട്ടിക്ക് അല്ലെങ്കിൽ ഈ വ്യക്തിക്ക് അറ്റ് എ ടൈം ഒരു കാര്യം ഫോക്കസ് ചെയ്യാൻ മാത്രമേ സാധിക്കുകയുള്ളൂ. ഉദാഹരണത്തിന് പഠനത്തിൻ്റെ കൂടെ തന്നെ സ്വിമ്മിങ് അല്ലെങ്കിൽ മറ്റേതെങ്കിലും ആക്ടിവിറ്റീസ് കൊടുത്താൽ ഇവർ അണ്ടർ പെർഫോം ചെയ്യുന്നതായിട്ട് കാണാൻ സാധിക്കും. ഓവർ അംബീഷ്യസ് ആയിട്ടുള്ള ചില മാതാപിതാക്കൾ ഇങ്ങനെയുള്ള ഫോക്കസ് ലേണേഴ്സിന് പലതരം ആക്ടിവിറ്റീസ് അറ്റ് എ ടൈം കൊടുക്കാറുണ്ട്. ഇത് അവരിൽ നെഗറ്റീവ് ഇമ്പാക്റ്റ് ആണ് ഉണ്ടാക്കാറ്. ഈ കുട്ടികൾ ഒരു കാര്യം മാത്രം ഫോക്കസ് ചെയ്ത് അതിൽ എക്സ്പെർട്ടൈസ് നേടാൻ ഇവരെ കൊണ്ട് സാധിക്കും. ഫോക്കസ് ലേണറിന് ഒരു കാര്യത്തിൽ മാത്രമാണ് ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ പറ്റുക എങ്കിൽ മൾട്ടി ഡിസിപ്ലിനറി ലേണറിന് പല കാര്യങ്ങൾക്ക് അറ്റ് എ ടൈം ഫോക്കസ് ചെയ്യാനായിട്ട് സാധിക്കും. ഉദാഹരണത്തിന് കൗൺസിലിങ്ങിന് വരുമ്പോൾ പല പേരൻസും പറയാറുണ്ട്, ഇപ്പോൾ ഹൈസ്കൂൾ ആയില്ലേ കുട്ടികളുടെ ബാക്കി ആക്ടിവിറ്റീസ് എല്ലാം ഞങ്ങൾ നിർത്തിവെച്ചിരിക്കുകയാണ് എന്ന്. അതുകൊണ്ട് ആ ഒരൊറ്റ കാരണം കൊണ്ട് തന്നെ കുട്ടികൾ പഠിത്തത്തിലും പുറകോട്ട് പോവുകയാണ്. ബിക്കോസ് ദേ ആർ മൾട്ടി ഡിസിപ്ലിനറി ലേണേഴ്സ്. അവർക്ക് പഠിത്തത്തിനോടൊപ്പം മറ്റെല്ലാ ആക്ടിവിറ്റീസും പ്രൊവൈഡ് ചെയ്താൽ മാത്രമേ എല്ലാത്തിലും അവർ ഒരേപോലെ ശോഭിക്കുകയുള്ളൂ. മൾട്ടി ഡിസിപ്ലിനറി ലേണേഴ്സിനേക്കാൾ തികച്ചും വ്യത്യസ്തമാണ് ഹൈ മൾട്ടി ഡിസിപ്ലിനറി ലേണേഴ്സ്. ഇവർക്ക് അറ്റ് എ ടൈം ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കും. ഇവരെ പൊതുവെ ഹൈപ്പർ ആക്റ്റീവ് ചിൽഡ്രൻ എന്നാണ് പേരൻസ് വിശേഷിപ്പിക്കാറ്. ഈ കുട്ടികൾക്ക് പഠിത്തത്തോടൊപ്പം തന്നെ സ്പോർട്സ്, മ്യൂസിക്, ഡാൻസ് എല്ലാം ഒരുമിച്ച് കൊണ്ടുപോകാനുള്ള കഴിവുണ്ട്. ഇവരെ ഫുൾ ടൈം എൻഗേജ് ചെയ്യാമെന്നാണ് പേരൻസ് ചെയ്യേണ്ട ഒരു കാര്യം. ഇങ്ങനെ മൂന്ന് കാറ്റഗറി ഉള്ളത് കൊണ്ട് തന്നെ നിങ്ങളുടെ കുട്ടികളെ മറ്റു കുട്ടികളുമായി താരതമ്യം ചെയ്യുക, കമ്പയർ ചെയ്യുന്നത് ശരിയാണോ എന്ന് ചിന്തിച്ചു നോക്കൂ. ഒരു ടെസ്റ്റ് ചെയ്യുന്നത് വഴി മൾട്ടിപ്പിൾ ഇൻ്റലിജൻസ് അല്ലെങ്കിൽ ഇൻബോൺ ഇൻ്റലിജൻസ് ടെസ്റ്റ് നിങ്ങൾക്ക് അറിയാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ പേരൻസിന് കറക്റ്റായ ദിശയിൽ അവരെ ഗൈഡ് ചെയ്യാനും സാധിക്കും.